ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ 3rd ചാപ്റ്ററായ ദില്ലി മേ ഉന്നീതേ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സെക്കൻഡ് പാർട്ട് ഇന്ന് പഠിക്കാൻ. ഫസ്റ്റ് പാർട്ടിൽ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? ലേഖികയുടെ അരികിലേക്ക് ആ ഓട്ടോവാല പിറ്റേ ദിവസം, അതായത് നാളെ സുബഹ് പ്രഭാതത്തിലെ 10 ബജെ 10 മണിക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. ബാക്കി നോക്കിയേ. അഗേലെ ദിൻ വഹ ആതാ ഹേ മേരെ ഘർ. അഗേലെ ദിൻ എന്ന് വെച്ചാൽ അടുത്ത ദിവസം അയാൾ വന്നു. മേരെ ഘർ, എൻ്റെ വീട്ടിലേക്ക്. അടുത്ത ദിനത്തിലെ ഓട്ടോക്കാരൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. കരീബെ 5.5 ഫീറ്റ് ഊഞ്ചി ഉസ്കി ദുബലി കായ ബഡേ കമരെ കെ ദർവാസ് പർ ഹി സിഗുഡ് ജാത്തി ഹേ. കരീബെ ഏകദേശം 5.5 5.5 അടിയോളം, ഫീറ്റ് എന്ന് വെച്ചാൽ ഫൂട്ടടി, 5.5 അടിയോളം ഊഞ്ചി ഉയരമുള്ള, ദുബലി കായ എന്ന് വെച്ചാൽ മെലിഞ്ഞ ശരീരമുള്ള, വെടേ കമരെ വലിയ മുറി, ദർവാസെ വാതിൽ, സിഗുഡിന ചുരുങ്ങുക. ഇനി നോക്കിയേ. ഏകദേശം 5.5 അടിയോളം ഉയരമുള്ള മെലിഞ്ഞ ശരീരമുള്ള അദ്ദേഹം ആ വലിയ മുറിയുടെ വാതിലിലേക്ക് എത്തിയപ്പോൾ സിഗുഡിന ചുരുങ്ങിപ്പോകുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ ദുർബലമായ ശരീരം ആ വാതിലിനടുത്ത് എത്തിയപ്പോൾ ചുരുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. വഹ് സോഫ പർ നഹീം ഫർഷ് പർ ബൈഠ് ജാത്താ ഹേ. അയാൾ സോഫയിൽ ഇരുന്നില്ല, ഫർഷ് തറയിലാണ് ഇരുന്നത്. എന്നിട്ട് നോക്കിയേ. മുച്ചേ യഹീം ബൈഠാ രഹ്നെ ദീജിയെ. മുച്ചേ യഹീം എന്ന് വെച്ചാൽ എന്നെ ഇവിടെ ഇരുത്താൻ അനുവദിക്കൂ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തറയിലിരിക്കുന്നതാണ് ഇഷ്ടം, എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം നോക്കി. ആപ്കാ സോഫ ഗന്ധ നഹീം കർണ ചാഹ്താ ഹേ. താങ്കളുടെ സോഫ ഗന്ധ എന്ന് വെച്ചാൽ മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാഹ് ആഗ്രഹം. മേം കൽക്കി അപ്പനി ജാൻ പഹച്ചാൻ കെ നാത്തെ ഉസേ ദോസ്താന മുസ്കാൻ ദേത്തി ഹേ. മുസ്കാൻ പുഞ്ചിരിക്കുക, ദോസ്താന എന്ന് വെച്ചാൽ ദോസ്തി ഫ്രണ്ട്ഷിപ്പ്, നാത്ത ബന്ധം, പഹച്ചാൻ തിരിച്ചറിയുക. ഇന്നലെ ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടു അല്ലേ, ആ ഒരു ബന്ധത്തിലെ, ആ ദോസ്തിയിലെ പരിചയത്തിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. ഉസ്കെ ശരീർ മേം ചെഹ്രെ പറെ ഹാത്ത് പാവ് മേം ഇത്തനി സാരി നീലി രംഗ് ഹേ. അദ്ദേഹത്തിൻ്റെ ശരീരം, ചെഹ്ര മുഖത്തെ, ഹാത്ത് പാവ് എന്ന് വെച്ചാൽ കൈകാലുകൾ, ഇവ മൊത്തം നീലി രംഗ് എന്ന് വെച്ചാൽ നീല നിറത്തിലുള്ള ഞരമ്പുകൾ തെളിഞ്ഞ് കാണാമായിരുന്നു. മേനെ പഹലി നഹീൻ ദേഖാത, ഞാനത് നേരത്തെ കണ്ടിരുന്നില്ല. വഹ് ബൈഠാ ഹേ, അദ്ദേഹം ഇരുന്നു. തോ ജൈസെ സാരി ഫൂക്ക് പ്യാസെ ഉസ്കെ സാത്ത് ബൈഠ് ജാത്തി ഹേ. അപ്പോൾ ലേഖികയ്ക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കൂടെ ഫൂക്കും പ്യാസെ വിശപ്പ് അല്ലെ പട്ടിണിയും ദാഹവും ഇരിക്കുന്നത് പോലെ തോന്നി. അത്രത്തോളം പട്ടിണി ദാരിദ്ര്യമുള്ള മനുഷ്യനായിരുന്നു ആ ഓട്ടോറിക്ഷവാല. അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഫൂക്കും പ്യാസും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നതായി തോന്നി. കുച്ച് ചായ വകൈരഹ് ലഗെ. കുച്ച് ചായ എന്ന് വെച്ചാൽ ചായ എടുത്താലോ എന്ന് ലേഖിക ചോദിച്ചു. വഹ കുച്ച് ചിജക്താ ഹേ. ചിജക്കിന സങ്കോചം, കുച്ച് ശർമ്മ എന്ന് വെച്ചാൽ ലജ്ജ എന്നൊക്കെ. വഹ കുച്ച് ചിജക്താ കുച്ച് ശർമ്മദ ഹേ. അയാൾക്ക് കുറച്ച് സങ്കോചവും ലജ്ജയോടും കൂടി ഇരുന്നു. സെൻഡി മേരെ ഹാർവാഡ് കെ ദിനോം കാ സാത്തി അപ്പന ടേപ്പ് റെക്കോർഡർ ലഗ റഹാ ഹേ. എൻ്റെ ഹാർവാർഡിലെ കുറേ ദിവസങ്ങൾ കൊണ്ടല്ലേ, കുറേ നാളുകൾ കൊണ്ടുള്ള ദോസ്തിയായ സെൻഡി എന്ത് ചെയ്തു? ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. എന്നിട്ട് നോക്കിയേ. ലാറ്റിൻ അമേരിക്കയ്ക്ക് ദേശം കെ ബാദ് യഹ് പഹല മൗക്ക ഹേ. ലാറ്റിൻ അമേരിക്കയ്ക്ക് ശേഷം और इसके जब उसका वास्ता तीसरी दुनिया के देशों की गरीबी से पट रहा है. 3 ലോകരാജ്യങ്ങളിലെ ദാരിദ്ര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇപ്പോഴാണ് അവസരം ലഭിക്കുകയും ചെയ്തത്. ഗരീബി, ദാരിദ്ര്യം അല്ലേ. 3 ലോകരാജ്യങ്ങളിലെ ദാരിദ്ര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത്. ഹം ഭാരത് മേ അമേരിക്ക കെ നാഷണൽ പബ്ലിക് റേഡിയോ കെ ലിയെ अन्य और फूक श्रृंखला के प्रोग्राम बन रहे थे कि मुझे एक ഓട്ടോ ഡ്രൈവറെ ടക്രാ ഗയ. ഞങ്ങളെ അമേരിക്കൻ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം അവതരിപ്പിക്കുകയായിരുന്നു. അന്ന ഓർ ഫൂക്ക് എന്ന പ്രോഗ്രാം, അതായത് ഭക്ഷണവും വിശപ്പും എന്ന പ്രോഗ്രാം ബനാരഹാഹെ തയ്യാറാക്കിക്കൊണ്ടിരിക്കവേ എനിക്ക് ഒരു ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടി. അതായത് ഞാനൊരു ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടി.
अब हम उसकी नींद के बारे में जानना चाहते हैं. അപ്പോൾ ഞങ്ങൾ അയാളുടെ നീന്ത് എന്ന് വെച്ചാൽ ഉറക്കത്തെ കെ ബാരെ പറ്റി ജാനിന അറിയുക ചാഹ ആഗ്രഹം. അപ്പോൾ ഞാൻ അയാളുടെ ഉറക്കത്തെക്കുറിച്ച് പറ്റി അറിയുവാൻ ആഗ്രഹിച്ചു. അസംഭവ നീന്ത് കെ ബാരമേ അസംഭവ്യമായ ഉറക്കത്തെക്കുറിച്ച്. मैं चाय बना लाती हूँ ताकि हम शुरुआत അട്പടപ്പൻ മേൻസെ നികൽ സകേ. ശുരുവാത്ത് എന്ന് വെച്ചാൽ തുടക്കത്തിലെ അസ്വാസ്ഥ്യം അല്ലേ, ആ അസ്വാസ്ഥ്യത്തിൽ നിന്നും മോചനം കിട്ടുവാൻ വേണ്ടി മേൻ ചായ് ബനാലെത്തി ഹേ, ഞാൻ ചായ എടുക്കാൻ വേണ്ടി പോയി. നാം ക്യാ ഹേ ആപ്ക, താങ്കളുടെ പേരെന്താണ്? അയാൾ പറഞ്ഞു രാജാറാം, പേര് രാജാറാം എന്നാണ്. ഗർ കഹാ ഹേ, വീടെവിടെയാണ്? ഉന്നാവ് യു പി മേ, ഉന്നാവ് യു പിയിലെ, ഉന്നാവിലെ, വൺവേടായിരിക്കും അത് കേട്ടാ. ഉന്നാവ് യു പിയിലെ ഉന്നാവിലാണ്, അതായത് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ. ഓട്ടോ ചലാന കൈസെ ശുരുക്കിയ, ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് കൈസെ, എങ്ങനെയാണത് ആരംഭിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പഹലെ 8 സാൽ തക്ക് തോ റിക്ഷ ചലാത്ത രഹ ചാന്ദിനി ചൗക്ക് മേ. ചാന്ദിനി ചൗക്കിലെ ആദ്യം നേരത്തെ, അതായത് പഹലെ എന്ന് വെച്ചാൽ നേരത്തെ അല്ലെ, ആദ്യം 8 വർഷക്കാലം, സാൽ എന്ന് വെച്ചാൽ വർഷം, 8 വർഷം വരെ സൈക്കിൾ റിക്ഷ ഓടിക്കുകയായിരുന്നു. റിക്ഷ ചലാന്ന് വെച്ചാൽ സൈക്കിൾ റിക്ഷ ആണ്. അത് 8 വർഷത്തോളം ചാന്ദിനി ചൗക്കിലെ അത് ഓടിക്കുകയായിരുന്നു. ഫിർ ഏക് ബഹത്ത് ദയാലു അമീർ ആത്മീ സെ മുലാഖാത്ത് കീ ഗയി. അതിനുശേഷം വലിയൊരു ദയാലുവും അമീർ പണക്കാരനായ ഒരാളുമായി കണ്ടുമുട്ടാൻ അവസരം കിട്ടി. 1.5 സാൽ മേനെ ആപ്കി സേവാക്കി. അങ്ങനെ 1.5 വർഷത്തോളം അദ്ദേഹത്തെ ഞാൻ സേവ ചെയ്തു, പരിപാലിച്ചു. ഉസേ റോസിലെ ജാതാത, എന്തായിരുന്നു ജോലി? അയാളെ റോസ് എന്ന് വെച്ചാൽ ഡെയിലി കൊണ്ടുപോകണമായിരുന്നു. കഫിയേക്ക് പൈസ നഹീൻ ലിയ, ലേക്കിൻ കഫി എന്ന് വെച്ചാൽ എന്നാൽ ഒരു പൈസ പോലും തന്നില്ല. ഉസ്നെ ബദലെ മേ മുച്ചേഹ് പുരാന ഓട്ടോ ലേ ലിയ, ലേ ദിയ, അതായത് അതിന് പകരം, ബദലി എന്ന് വെച്ചാൽ പകരമായി എനിക്ക് ഒരു പഴയ ഓട്ടോ ലേ ലിയ വാങ്ങിത്തന്നു. ജിസെ അബ് ചലാത്ത ഹേ, ഇപ്പോൾ അത് ഓടിച്ചാണ് ജീവിക്കുന്നത് അല്ലേ, ആ ഓട്ടോ ഓടിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. ഉടനെ ലേഖിക ചോദിച്ചു ഉസ്സേ പഹലെ ക്യാ കർത്തേ, അതിന് മുൻപേ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, അതായത് ഓട്ടോ ഓടിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. ഗൗമേ മസ്ദൂരി കർത്താദ ഖേത്മേ, ഗ്രാമത്തിൽ പാടങ്ങളിൽ, ഖേത്ത് എന്ന് വെച്ചാൽ പാടങ്ങളിലെ, മസ്ദൂരി എന്ന് വെച്ചാൽ മസ്ദൂരി കൂലിവേല എന്ന വാക്കാണ്, കൂലിവേല ചെയ്യുകയായിരുന്നു. ഗർ ഹമാര ബാരിഷ് മേ ടഹ് ഗയാ ഥാ, ബാരിഷെ മഴ, ടഹ്ന തകരുക, മഴയിൽ ഞങ്ങളുടെ വീട് തകർന്നു പോയി, ഒലിച്ചു പോയി. ദുബാര മേ ഉസെ ബനാവ നഹീം പായ, പിന്നീട് നിർമ്മിക്കാൻ സാധിച്ചില്ല. ഭൂക്ക് മരീതി, ഭയങ്കരമായ എന്തായിരുന്നു, പട്ടിണിയായിരുന്നു. ഏക് ദിൻ മേനെ തയ്ക്കിയാക്കി ദില്ലി ചലെ, തീരുമാനം, ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ദില്ലിയിലേക്ക് ചലെ പോകാം എന്ന്. ഗാവ് മേ കോയി സെമീൻ നഹീൻ ഥി, ഉടൻ ചോദിച്ചു ഗ്രാമത്തിൽ നിങ്ങൾക്ക് സെമീൻ ഭൂമിയൊന്നും ഇല്ലായിരുന്നു എന്ന്. അതിന് ഓട്ടോറിക്ഷ വാല പറഞ്ഞു നൈ, ഇല്ല. ഹമാരെ പാസെ കഫി സെമീൻ നഹീൻ രഹി പുസ്തോം മേ, ഞങ്ങളുടെ പക്കലെ പുസ്തകം പരമ്പരാഗതമായി അല്ല പാരമ്പര്യമായി ഞങ്ങൾക്ക് ഭൂമി ഇല്ലായിരുന്നു. മേരാ ബാപ്പ് അന്താ ഹോ ഗയാ ജബ് മേം 14-15 ബർസ് കാ ഥാ, എനിക്ക് 14-14 15 വയസ്സ് ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ അന്ധനായി മാറി. അവരെ ഗാവ് ഗ്രാമം മുച്ചേ കോയി കാം നഹീം മിൽത്താദ, അപ്പോൾ ഗ്രാമത്തിൽ എനിക്ക് യാതൊരു ജോലിയും കിട്ടിയില്ല. കോയി ദൂസര ചാര നഹീം ഥാ, ചാര വഴി മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു ജീവിക്കാൻ വേണ്ടി. ലേക്കിൻ ഉടൻ ലേഖ ചോദിച്ചു ലേക്കിൻ ദില്ലി ഹി ക്യോം ജാനാ ചാഹ്തേ ദേ, ലേക്കിൻ എന്നാൽ നിങ്ങൾ ദില്ലിയിലേക്ക് വരാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത്? ആൻസർ അദ്ദേഹം പറയാണ് ഗാവ് മേം സിർ പറെ ബോച്ച് ഠോത്താ ഥാ, ബോച്ച് ഭാരം, ഠോന ചുമക്കുക, ഗ്രാമത്തിൽ ഞാൻ തലയിൽ ഭാരം ചുമക്കുന്ന ജോലിയായിരുന്നു. അവർ ഏക്ക് രാത് മേനെ സോച്ച, ഒരു രാത്രിയിൽ ഞാൻ ചിന്തിച്ചു. മേരെ സിർ പറെ ഛദ് തോ വൈസെ ഭി നഹി ഹേ, എൻ്റെ സിർ എന്ന് വെച്ചാൽ തലയിലെ റൂഫെ മേൽക്കുരയില്ലാത്തതാണ്, അതങ്ങനെ ഷെൽട്ടർ അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് ക്യാ ഫർക്ക് പഡ്താ ഹൈ കെയും പർ ഗാവ് കെ കുലെ മേം സോ യാ ദില്ലി കെ സഡക്ക് റോഡ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഗ്രാമത്തിലെ ഈ തുറന്ന സ്ഥലത്തെ ഉറങ്ങുന്നതും ദില്ലിയിലെ റോഡിൽ ഉറങ്ങുന്നതും തമ്മിൽ എന്ത് ഫർക്കാണ്, വ്യത്യാസമാണ് ഉള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു.
അതുകൊണ്ട് പഹലെ മേം കാൺപൂർ ഗയ ഫിർ വഹാം സേ ദില്ലി. അതുകൊണ്ട് പഹലെ ആദ്യം ഞാൻ കാൺപൂരിലേക്ക് പോയി അവിടെ നിന്ന് ദില്ലിയിലേക്ക് വന്നു. അപ്പം കാൺപൂർ ദില്ലി ഓർത്ത് വെച്ചേക്കുക. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, അബു കുശിഹെ ഹംബർ, നിങ്ങൾക്കിവിടെ സന്തോഷം തന്നെയാണോ എന്ന്. അത് കേട്ട് ഓട്ടോവാല പറഞ്ഞു, പേഡ് ഫർണ അയാധ. പേഡ് ഫർണ എന്ന് വെച്ചാൽ വയറ് നിറയ്ക്കാൻ, അല്ല പട്ടിണി മാറ്റാൻ വേണ്ടി, എന്നാൽ പട്ടിണി മാറാൻ വേണ്ടിയാണ് ഓട്ടോ ഓടിക്കുന്നത്. മുച്ചേ കുശി ഹൈക്കി ബഹ് ഫർ ലേത്താഹും, അവരെ ഓട്ടോ ചലാത്താഹും. പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ അത് മാറുമ്പോൾ, പട്ടിണി മാറുമ്പോൾ എനിക്ക് കുശി സന്തോഷം തന്നെ ആയിരിക്കും. വയറ് നിറയുമ്പോൾ, വയറ് നിറയാന്ന് വെച്ചാൽ പട്ടിണി മാറുമ്പോൾ. സിർപ്പറെ ബോച്ച് ഉടാനേസേ തോ അച്ചാ ഹി ഹേ നഹി, തലയിലെ ഭാരം ചുമക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതിനേക്കാൾ നല്ലതല്ലേ ഇത് ഓട്ടോ ഓടിക്കുന്നത്. ഉടനെ ലേഖിക വന്ന മുച്ചേ നഹി മാലൂം ബോച്ച് ടോത്തെ ഹുയെ यह संसार कैसा दिखता है, सड़क पर सोते हुए कैसा, ऑटो में रहते हुए कैसा, मेरे पास है उसके प्रश्नों का कोई उत्तर नहीं. ലേഖിക പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും എന്താ ഇസ്കെ മാലു നഹി, എനിക്ക് അറിയില്ല. ബോച്ച് ടോത്തെ ഹുയെ ഏക സംസാർ കൈസെ ദിക്കാത്ത ഹേ, ലോകം എങ്ങനെയാണ് ബോച്ച് എന്ന് വെച്ചാൽ ഭാരം ചുമക്കുന്നത് അല്ലേ, എങ്ങനെയാണെന്നും, സടക്ക് പർ സോത്തെ കൈസാ ഹേ, സടക്ക് റോഡിൽ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നും, ഓട്ടോയിൽ എങ്ങനെയാണ് താമസിക്കുന്നതെന്നും എനിക്ക് അറിയില്ല. മേരെ പാസ്, എൻ്റെ പക്കൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ല. ഓട്ടോ ചലത്തെ ഹുയെ കൈസാ ലഗ്താ ഹേ, ഓട്ടോ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഓട്ടോ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ലേഖിക ചോദിച്ചു. അതിട്ട് അദ്ദേഹം പറയാണ്, ഓട്ടോ ബെഡി മുസ്കിൽ സവാരി ഹേ, ഓട്ടോ ഓടിക്കുക എന്നത് വളരെ മുസ്കിൽ എന്ന് വെച്ചാൽ വിഷമം പിടിച്ച ജോലി തന്നെ ആണ്. സാരാ വക്ത് എന്ന് വെച്ചാൽ സമയം ഖടഖട് കർത്തി ഹേ, എപ്പോഴും ഖട് ഖട് എന്ന ശബ്ദം ഉണ്ടാകുന്നു, അല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത നോക്കിയാൽ ജവാൻ ഡ്രൈവറും കെലിയെ തോ ടീക്ക് ഹേ, ജവാൻ എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായ ഡ്രൈവർക്ക് ടീക്ക് ശരിയാണ്, കുഴപ്പമില്ല. പക്ഷേങ്കിൽ മേരെ ജൈസെ കെലിയെ നഹി ഹേ, പക്ഷേ എന്നെ പോലുള്ളവർക്ക് അങ്ങനെയല്ല. അടുത്ത നോക്കിയാൽ ആപ്കോ പതാ ഹേ, താങ്കൾക്കറിയാമോ, ഓട്ടോ ചലാത്തെ ഹുയെ കോയി മർഫി സക്താ ഹേ, ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ എന്താ മരണം വരെ സംഭവിക്കാം, താങ്കൾക്കറിയുമോ എന്ന്. ആർഫിറെ സബ് തരകസേ ധുയേ ഹേ, അത് മാത്രമല്ല എന്നൊക്കെ മൊത്തത്തിൽ ഇവിടെ എന്താണ് ധുവ എന്ന് വെച്ചാൽ പുക. അതുകൊണ്ട് മാത്രമല്ല എല്ലാ ഭാഗത്തു നിന്നും നാനാ ഭാഗത്തു നിന്നും എന്ത് വരുന്നു, പുക, ധുവ ആണ്. മുച്ചേത്തോ സബ അച്ഛാ ലഗ്താ ഹേ ജബ് കോയി ഗ്രാഹകെ കിസി കുലി തരഫ് ജാ രഹാ ഹോ, മുച്ചേ അച്ഛാ ലഗ്താ ഹേ, എനിക്കിത് അച്ഛയായി നല്ലതായി തോന്നുന്നത് ഏതെങ്കിലും യാത്രക്കാരൻ തുറന്ന സ്ഥലത്തേക്ക്, കുലി സ്ഥലം എന്ന് വെച്ചാൽ തുറന്ന സ്ഥലം അല്ലെ ജഗഹ, അവിടേക്ക് സ്ഥലത്തേക്ക് യാത്ര വിളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അതായത് തുറന്ന സ്ഥലത്തേന്ന് വെച്ചാൽ ഗ്രാമാന്തരങ്ങളിലേക്ക് ഓട്ടോ വിളിക്കുമ്പോഴാണ്, അല്ലെ സവാരി യാത്ര വിളിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ലേഖിക ചോദിച്ചു, ആപ്കി യഹ് കാൻസി ക്യാ ധുവയ്ക്ക് കാരൺ ഹേ, താങ്കളുടെ ഈ ചുമ ധുവയെ കാരണം എന്ന് വെച്ചാൽ പുക കാരണമാണോ എന്ന്. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, പതനൈ, അറിയില്ല, കിസ് കാരൺ, ഏത് കാരണം കൊണ്ടാണ് എന്ന്. ഷായിദ് ഭഗവാൻ കി സസാ ഹേ, സസാഹോ എന്ന് വെച്ചാൽ സസാ ശിക്ഷ, ഷായിദ് ഒരു പക്ഷേ ഭഗവാന്റെ ശിക്ഷ ആയിരിക്കാം. മെയിൻ ദോ ബസ്സേ यही जानता हूँ कि मैं जब धुएं में सांस लेता हूँ तो मेरा भीतर तक सिकुड़ जाता है. मैं तो बस ही जानता हूँ, എനിക്ക് ഇത്ര മാത്രമേ ജാന അറിയുള്ളൂ. मैं जब धुएं में सांस लेता है, എപ്പോഴാണോ ആ പുകയിൽ ഞാൻ ശ്വാസം എടുക്കുന്നത്, ആ സമയത്ത് എൻ്റെ ഭീതർ ഉള്ളുവരെ അന്തരംഗം വരെ സികുഡ്ന ചുരുങ്ങിപ്പോകുന്നത് പോലെ തോന്നുന്നു. എൻ്റെ ഉള്ളെന്ത് ചെയ്യുന്നു, ചുരുങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നും. അത്രമാത്രമേ എനിക്കറിയൂ. അവിടെ നോക്കി, ഉമ്രി ക്യാ ഹോഗി ആപ്കി, താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ക്യാ പത, ആർക്കറിയെന്ന് വെച്ചാൽ എന്ന് എങ്ങനെ അറിയാം. ഷായദ് ഒരുപക്ഷെ 50 സാൽ ഹേ, 50 സാൽ എന്ന് വെച്ചാൽ 50 വയസ്സായിരിക്കാം. ബസ് ഇത്തന യാദ് ഹേ, യാദ് ഓർമ്മ, ഇത്ര മാത്രമാണ് യാദ് ഓർമ്മ. കീസൺ 1962 കേട്ടോ. മേം 5वीं में പഠിത്താ ഥാ, 1962 മേം ഞാൻ 5वीं 5ാം ക്ലാസ്സിലാണ് പഠിച്ചത്. ആരെ സ്കൂൾ ജാന മേനെ 8 साल की उम्र से शुरू किया था, സ്കൂളിൽ കൊണ്ട് ചെന്ന് ചേർത്തത് എത്രയായിരുന്നു, 8 വയസ്സുള്ളപ്പോഴായിരുന്നു സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയത്. ഉടനിലേക്ക് വന്ന മേ ഹിസാബ് ലഗ്തി ഹും, ഞാൻ എന്ത് ചെയ്യാം, കണക്ക് കൂട്ടി പറയാം. മേരെ ഹിസാബ് സേ ഉസേ 40 के ऊपर नहीं होना चाहिए, എൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ അനുസരിച്ച് താങ്കൾക്ക് 40
40 വയസ്സിന് മുകളിൽ ഇല്ല. തബയ്ക്ക ഉസ്കി തക്കാൻ കെ സബ് സാൽ ഉസ്മേ ജുഡ് ഗേ ഹേ. തക്കാൻ ക്ഷീണം, ഈ ക്ഷീണത്തിന് ഉള്ളിൽ, അതെന്ന് വെച്ചാൽ ക്ഷീണത്തിനകത്തല്ലേ തന്നെ താങ്കളുടെ മൊത്തം വർഷവും എന്ത് ചെയ്തു, ബീത്തിന അല്ല ജുഡിന തള്ളി നീക്കിയോ എന്ന്. ഈ 40 വയസ്സേ ഉള്ളൂ എന്ന് ലേഖിക കണക്കൂട്ടി പറയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഈ ക്ഷീണം കൊണ്ടേ അല്ലേ, ക്ഷീണത്തിലെ തൻ്റെ മൊത്തം വയസ്സ് എന്ത് ചെയ്തു, തൻ്റെ മൊത്തം വർഷങ്ങളും എന്ത് ചെയ്തു, തള്ളി നീക്കിയോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നോക്കിയേ, ആപ്കെ ലിയേ അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹേ. നിങ്ങൾക്ക് വേണ്ടി അച്ഛാ ദിൻ, നല്ല ദിവസം ഏതായിരുന്നു? അത് കേട്ട് അദ്ദേഹം പറയണം, അച്ഛാ ദിൻ കഹ്താ ഹേ മേരെ മുഹുമേം പാനി ഫർ ആതാ ഹേ. നല്ല ദിനം എന്ന് കേട്ടപ്പോൾ തൻ്റെ പാനി എന്ന് വെച്ചാൽ ജലം, ഫർണ നിറയുക, മുഹുവായ എൻ്റെ വായിൽ എന്ത് വരുന്നു, വെള്ളം നിറയുന്നു. അങ്ങനെ ദിനമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വർഷാമേന്ധുലെ ഹരേ പത്തേ, വർഷ മഴ, മഴയിലെ നനഞ്ഞു നിൽക്കുന്ന പച്ച ഇലകളെ, ഫിഗി ഫിഗി ഹവ, നനവാർന്ന കാറ്റ്, അതികിലി സടക്കെ, അതികിലി എന്ന് വെച്ചാൽ പകുതി നനഞ്ഞ റോഡുകൾ, സബ് ആങ്കോങ്കി സാമനെ ധൂം ജാതി ഹേ, ഇതെല്ലാം കണ്ണുകൾക്ക് മുൻപിൽ നിൽക്കുന്നതായി തോന്നുന്നു. ഇതൊക്കെ എന്തായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അടുത്ത നോക്കിയേ, മുച്ചേ നഹി മാലു അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹേ. മുച്ചേ നഹി മാലു, എനിക്കറിയില്ല ഏത് ദിനമാണ് നല്ലത് എന്ന്. ദോ വക്ത് കി റോട്ടി മിൽ ജായ ഗനിമത്ത് ഹേ. ദോ വക്ത് എന്ന് വെച്ചാൽ 2 വക്ത് സമയം, 2 പ്രാവശ്യം എന്ന് പറയാം. റോട്ടി മിൽ എന്ന് വെച്ചാൽ ആഹാരം കിട്ടിയാൽ അത് സന്തോഷം തന്നെ ആയിരിക്കും. 2 പ്രാവശ്യം, 2 തവണ എനിക്ക് ആഹാരം കിട്ടിയാൽ, റൊട്ടി കിട്ടിയാൽ അതെന്തായിരിക്കും, സന്തോഷം തന്നെ ആയിരിക്കും. മേരാ നോക്കിയേ, യഹ് മേരാ പഹല പാഠ് ഹേ. അതെന്തായിരുന്നു, ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യ പാഠമായിരുന്നു എന്ന് ലേഖിക അറിയിക്കുന്നു. ഹം ഏക് ഹി ഷഹർ മേ രഹത്തെ ഹുയേ. ഞങ്ങൾ 2 പേരും ഒരു ഷഹർ എന്ന് വെച്ചാൽ എന്തുവാ, ഒരേ പട്ടണങ്ങളിൽ താമസിക്കുന്നു. അതുമാത്രമല്ല, രഹത്തെ ഹുയേ ദോ അലഗ് അലഗ് മൗസോമേം രഹത്തെ ഹേ. അലഗ് അലഗ് വെവ്വേറെയുള്ള മൗസോമേം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. ഞങ്ങൾ 2 ആളും എന്ത് ചെയ്യുന്നു, ഒരേ പട്ടണത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. അടുത്ത് നോക്കിയേ, അവരെ ഫൂക്ക് അന്ന, അവരെ ഫൂക്ക് അന്നെന്ന് വെച്ചാൽ ഭക്ഷണം, ഫൂക്കെന്ന് വെച്ചാൽ വിശപ്പ് അല്ലെ പട്ടിണി. കെ മൗസം ഹേ, അന്നത്തിൻ്റെ ഭക്ഷണത്തിൻ്റെയും പിന്നെന്തുവാ വിശപ്പിൻ്റെയും സാഹചര്യങ്ങളിൽ. പിന്നെ ഗർ ആർ ബേഗർ കി മൗസമേ, വീട് ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും സാഹചര്യം, വീടുള്ളവരും ഇല്ലാത്തതുമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. അങ്ങനെയാണ് ലേഖിക പാഠം നിർത്തിയത്. നല്ലതുപോലെ വായിച്ച് പഠിച്ച് വയ്ക്കണം. അടുത്ത ക്ലാസ്സിലെ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് തരാം. നല്ലതുപോലെ വായിച്ച് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ഒന്ന് ഷെയർ ചെയ്യണം മറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.